യുവതാരം നിക്കോ വില്യംസിന്റെ ട്രാൻസ്ഫർ സാധ്യതകൾ ഫുട്ബോൾ ആരാധകർക്കിടയിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. അത്ലറ്റിക് ക്ലബിന്റെ 22-കാരനായ വിങ്ങർ ബാഴ്സലോണയിലേക്ക് മാറാനുള്ള സാധ്യതകൾ ശക്തമാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഈ ട്രാൻസ്ഫർ സംബന്ധിച്ച് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. ബാഴ്സലോണ നിക്കോ വില്യംസിനെ ടീമിലെത്തിക്കാൻ ശക്തമായ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നിക്കോ വില്യംസ് തന്നെയാണ് ബാഴ്സലോണയിലേക്ക് മാറാൻ താൽപര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഫാബ്രിസിയോ റൊമാനോയെ ഉദ്ധരിച്ച് നിക്കോയുടെ ഏജന്റ് ഡെക്കോയുമായി നടത്തിയ ചർച്ചകളിൽ താരം ബാഴ്സലോണയിലേക്ക് മാറാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. കൂടാതെ ബാഴ്സലോണയിൽ ചേരുന്നതിനായി നിക്കോ തന്റെ ശമ്പളം കുറയ്ക്കാൻ പോലും തയ്യാറാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഹാൻസി ഫ്ലിക്കിന്റെ നേതൃത്വത്തിൽ ബാഴ്സലോണയുടെ ആക്രമണ നിര ശക്തിപ്പെടുത്താൻ നിക്കോയെ ഒരു പ്രധാന കണ്ണിയായാണ് ക്ലബ്ബ് കാണുന്നത്. യുവതാരൻ ലാമിൻ യമാലിനൊപ്പം നിക്കോ ടീമിലെത്തിയാൽ ബാഴ്സലോണയുടെ മുന്നേറ്റ നിര കൂടുതൽ ശക്തമാകുമെന്നാണ് വിലയിരുത്തൽ. നിക്കോ വില്യംസിനെ സ്വന്തമാക്കാൻ ബാഴ്സലോണ മാത്രമല്ല, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബുകളായ ആഴ്സണലും ചെൽസിയും രംഗത്തുണ്ടായിരുന്നു. ബയൺ മ്യൂണിക്കുമായും നിക്കോയുടെ ഏജന്റ് ചർച്ചകൾ നടത്തിയതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ നിക്കോയുടെ മുൻഗണന ബാഴ്സലോണയ്ക്കാണ്. നിക്കോയെ ടീമിലെത്തിക്കാൻ ബാഴ്സലോണ നേരിടുന്ന പ്രധാന വെല്ലുവിളി സാമ്പത്തിക പ്രതിസന്ധിയാണ്. 50 മില്യൺ യൂറോയ്ക്ക് മുകളിൽ റിലീസ് ക്ലോസ് തുക ബാഴ്സലോണയ്ക്ക് ഒരു വലിയ തടസ്സമാണ്. എന്നിരുന്നാലും നിക്കോ ബാഴ്സ കഴിഞ്ഞ സീസണിൽ ഓഫർ ചെയ്ത ശമ്പളത്തിൽ കളിക്കാൻ തയ്യാറാണെന്നതും താരത്തിന്റെ രജിസ്ട്രേഷൻ ഡെക്കോ ഉറപ്പു നൽകിയതുമായുള്ള വാർത്തകൾ പോസിറ്റീവ് ഘടകമാണ്. ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ നിക്കോ ബാഴ്സലോണയുടെ ബ്ലൂ ഗ്രാന ജേഴ്സിയിൽ കളിക്കുമോ എന്നറിയാൻ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.